ഹലോ ഗായ്സ്, അന്നേരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇത് ആദ്യത്തെ വീഡിയോ ആണ്. സൈക്കിൾ ബോയ്സ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് ടച്ച് ചെയ്തേക്കുക ഗായ്സ്. അന്നേരം നമ്മൾ വ്ലോഗ് എടുക്കുന്ന ആദ്യമായിട്ടാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി ഗായ്സ്. എന്തെങ്കിലും ക്ഷമയുണ്ടെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾ അറിയാത്ത എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. വേറെ നമ്മളിപ്പോൾ ഈ വ്ലോഗ് എടുക്കാൻ കാരണം നമ്മളൊരു പുതിയ സൈക്കിൾ എടുത്തിട്ടുണ്ട്. അത് ടെൻസിറ്റി പൊൻകുന്നം സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ടെൻസിറ്റിയാണ്. ഇത് പത്തനാട്ടുണ്ടായിരുന്ന ബ്രാഞ്ചാണ്. അത് നേരെ പൊൻകുന്നത്തോട്ട് മാറ്റിയതാണ്. അന്നേരം നമ്മൾ 28,000 രൂപയ്ക്ക് ഉള്ള സൈക്കിൾ നമുക്ക് 23,000 രൂപയ്ക്ക് തന്നാണ്. നേരെ നമുക്ക് സൈക്കിൾ കാണാൻ പോവാം. ബാ, ഇതാണ് നമ്മുടെ സൈക്കിള്. നല്ല ബൈക്ക് MTVയുടെ സൈക്കിളാണ്. ഇത് ഷോക്ക് ലോക്കും അൺലോക്കും ആണ് ഗൈസ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സാധനം എന്നാന്ന് അറിയാമെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യേ. ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് എന്നാന്ന് ഇത് അറിയത്തില്ല. ഞങ്ങളെല്ലാവരും ഒന്ന് പ്ലസ് മൈനസ് ഒന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇതാണ് പുതിയ സൈക്കിളാണ്, ഒരു രക്ഷയില്ല. സൈക്കിള് ഞങ്ങൾ എടുത്തിട്ട് 3 ദിവസം ആയതുള്ളൂ. 3 ദിവസം ആയതുള്ളൂ. ഡിസ്ക് ബ്രേക്കാണ്. ഷിമാനോയുടെ ഗിയറാണ്. 7 സ്പീഡാണ്. ഇവിടെ 7ഉം ഇവിടെ 3, 21 ഗിയറാണ് ഗായ്സ്. നല്ല സ്മൂത്ത് ആണ്. നല്ല സ്മൂത്താണ് ഗിയർ ചേഞ്ച് ചെയ്യാൻ ഗായ്സ്. ഗായ്സ്, നിങ്ങൾ ടെൻസിറ്റി പോവുകയാണെങ്കിൽ അവിടുന്ന് സൈക്കിൾ ഉറപ്പായിട്ട് എടുക്കേണ്ടതാണ്. ഞങ്ങളന്ന് പോയപ്പോൾ നമ്മൾ പോയപ്പോൾ 2 ഗിയർ സൈക്കിളും ഡെലിവറി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇലക്ട്രിക് സൈക്കിളും ഉണ്ടായിരുന്നു. 50,000 രൂപയുടെ ഇലക്ട്രിക് സൈക്കിള്. പൊൻകുന്നം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൂടെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ടെൻസിറ്റി കയറിയിട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്. അവിടെ സൈക്കിള് നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സൈക്കിളാണ്. സ്പോർട്സിന്റെ എല്ലാ ഐറ്റവും, ഫുട്ബോള്, നൈക്കിന്റെ ബൂട്ടൊക്കെ വെറും 2,500. സൈക്കിള്, ഇരുന്നോടിക്കുന്ന കാറ്, അതൊക്കെ ഉണ്ട്. പിന്നെ സൈക്കിൾ വരെ ഉണ്ട്. നിങ്ങൾ ഫുട്ബോൾ പ്രേമിയാണെങ്കിൽ അവിടെ മസ്റ്റായിട്ട് ചെല്ലണം. നല്ല അത്യാവശ്യം നല്ല 2,000-3,000 രൂപയുടെ ബൂട്ടൊക്കെ ഉണ്ട്. ബൂട്ട് അഡിദാസ്, നൈക്കിന്റെ ഒക്കെ ബൂട്ടൊക്കെ നമുക്ക് വിലക്കുറവിൽ തരും. നിങ്ങൾ നല്ല മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ പോകണം. അവിടെ കേറിയിട്ട് നിങ്ങൾ പോകുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്. MTB ബൈക്ക് നല്ല സൈക്കിളാണ്. നിങ്ങൾ ഈ സൈക്കിൾ കണ്ടാൽ തന്നെ അറിയാം അമ്മാതിരി വൃത്തിക്ക് സൂക്ഷിക്കുന്നത്. ഞങ്ങൾ ഉണ്ടോ ഒറ്റപ്പെടുത്തത്തിൽ വിട്ടുണ്ടോ? ഇത് കണ്ടോ ഗൈസ്? നിങ്ങൾ ഈ സൈക്കിള് വാങ്ങണം. അവിടെ ഇനി ഇതിൻ്റെ ബ്ലൂ കളറുണ്ട് സ്റ്റോക്ക്. സൈസ് 27 ആണ് ഗൈസ്. ഫ്രെയിം സൈസ് 2.9 ആണ് ഗൈസ്. ഫ്രെയിം സൈസ് ഗൈസ്, ഫ്രെയിം സൈസ് കാണുന്നുണ്ടോ നിങ്ങൾക്ക് അറിയത്തില്ല. കാണുന്നുണ്ടോന്ന് അറിയത്തില്ല. അന്നേരം അലോയ് ഫ്രെയിം ആണ് സൈക്കിൾ. ഞങ്ങളിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടേ സ്കൂൾ തുറക്കാറായല്ലോ. അന്നേരം ഇത് മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങളൊന്ന് 2-3 റൗണ്ട് അടിച്ചപ്പം ചെളി പറ്റിയതാ. എടാ, സൈക്കിളൊന്ന് പൊക്കി കാണിച്ചടാ. ലൈറ്റ് വെയിറ്റ് ആണ്, അമ്മാതിരി ലൈറ്റ് വെയിറ്റ് ആണ് ഈ സൈക്കിള്. കണ്ടോ അമ്മാതിരി ലൈറ്റ് വെയിറ്റ് ആണ്. നിങ്ങൾ ഈ സൈക്കിള് വാങ്ങുവാണെങ്കിൽ ടെൻസിറ്റി പോയാൽ മതി. 23,000 മേടിക്കുവാണോ? അത് കോട്ടയം ജില്ലയിലുള്ള ആരാണ്? ടെൻസിറ്റി പോവാ. ടെൻസിറ്റി തന്നെ പോയാൽ നല്ല ഓഫേഴ്സിന് നിങ്ങൾക്ക് സൈക്കിൾ കിട്ടും. പിന്നെ നിങ്ങൾ ഫുട്ബോൾ പ്രേമിയും ക്രിക്കറ്റ് പ്രേമിയും ഒക്കെ ആണെങ്കിൽ എല്ലാ സാധനവും, എല്ലാ ഐറ്റവും ഉണ്ട്. പിന്നെ കൊച്ചി ബെല്ല് അടിച്ചു കാണിക്കാം. നല്ല ബെല്ലാണ് ഗായ്സ്. 23,000 രൂപയ്ക്ക് നല്ല പൊളപ്പൻ സൈക്കിളാണ്. നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും വരെ വാങ്ങിയാൽ ഇത്ര നല്ല കിട്ടത്തില്ല. ഫിറ്റാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും വാങ്ങുന്നതിനെക്കാട്ടിൽ നല്ലതായിട്ട് കടയിൽ പോയി ഇച്ചിരി പൈസ കൂടുതൽ കൊടുത്താൽ നല്ല പൊളപ്പൻ സൈക്കിൾ കിട്ടും. 5,000 രൂപയ്ക്ക് ഗൈസ്, അത് ഉടായിപ്പാണ്. നിങ്ങൾ ആരും ചെന്ന് വാങ്ങിയേക്കല്ലോ കേട്ടോ. പൈസ മുടക്കിയ നമുക്ക് നല്ല സൂപ്പർ സൈക്കിൾ വാങ്ങാം ഗൈസ്. ഈ ഐറ്റം കിട്ടും നമുക്ക്.
ഗൈസ് നിങ്ങൾ അബദ്ധത്തിൽ ചെന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും സൈക്കിൾ വാങ്ങല്ലേ. നിങ്ങൾ അബദ്ധം നിങ്ങൾക്ക് പണി കിട്ടും. അവിടുന്ന് സൈക്കിൾ കടയിൽ നിന്ന് സൈക്കിൾ വാങ്ങാവുള്ളൂ എപ്പോഴും. നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ള സൈക്കിൾ കടയിൽ അതിൽ പോയി വാങ്ങിയാൽ മതി. ഈ ഫ്ലിപ്കാർട്ട് ആമസോണിൽ നിന്നൊക്കെ വാങ്ങല്ലേ. എൻ്റെ കൂട്ടുകാരൻ അഷ്കർ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവൻ ഒരു ഗിയർ സൈക്കിൾ വാങ്ങിയായിരുന്നു. അവന് അന്നത് ഗിയർ സൈക്കിളിൻ്റെ ഫ്രെയിം ഫുൾ തുരുമ്പടിച്ചിട്ട് ആ ഹാൻഡിൽ ബാർ വെക്കാൻ പോലും പറ്റത്തില്ല ഗൈസ്. നിങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത്. അല്ലടാ, നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും സൈക്കിൾ വാങ്ങല്ലേ. ആ, അവൻ്റെ ഗിയർ അനങ്ങത്തില്ല. അവൻ്റെ ആ സൈക്കിളിൻ്റെ ചെയിൻ ഫുള്ള് തുരുമ്പായിരുന്നു ഗൈസ്. ഗൈസ് ഞാനൊരു കാര്യം പറയാൻ പോകും. ഫ്ലിപ്കാർട്ടിൽ നിന്ന് അവൻ്റെ ടയർ ഫുള്ള് നൂല് ഫ്ലിപ്കാർട്ടുകാർ ഉറച്ചു കൊടുത്തിട്ട് അവൻ പുതിയ അതെ 23,000 രൂപയ്ക്ക് ഈ ഐറ്റം പൊളപ്പൻ ഐറ്റം. നിങ്ങളത് ഫ്ലിപ്കാർട്ട് ഉണ്ട് 15,000 രൂപയ്ക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സൈക്കിൾ. ഇതിൻ്റെ വേറെ സാധനം ഇതിൻ്റെ പഴയ MGB അല്ലായിരിക്കും. MGB അല്ലടാ. ആദ്യമേ അവനാണ് വാങ്ങിയത് ഗൈസ്. അവന് 18 രൂപയ്ക്ക് അവൻ 18 രൂപയ്ക്ക് വാങ്ങി. അവന് MGB അല്ല, അവന് ഇതേ മോഡലല്ല. അവൻ്റെ 2023 മോഡലാണ്. 25 അവര് പറഞ്ഞു സ്റ്റോക്ക് വന്നിട്ട് നല്ല ബ്രാഞ്ചാണ് ഗൈസ്. നിങ്ങൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഈ സൈക്കിളിന്റെ പേര് സെർച്ച് ചെയ്ത് നോക്കിയോ. ഗൈസ് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ചെന്നാൽ നിങ്ങൾ ചതിപ്പെടല് ഗൈസ്. നിങ്ങൾ ഇത് കൊണ്ടാ നല്ല പൊളപ്പൻ സൈക്കിളാണ്. പൊളപ്പൻ സൈക്കിൾ MGBയുടെ. നിങ്ങൾ 10 സിറ്റിയിലോട്ട് പോട്ടെ ഗൈസ്. ഇപ്പം എൻ്റെ കൂട്ടുകാരൻ ഓടിച്ച് കാണിക്കും. ക്യാമറമാനാണ് ഓടിക്കുന്നത്. താഹിർ എന്നാണ് കാണിച്ചു തരാം ഗൈസ്. എൻ്റെ പേര് മുഹമ്മദ് ഫൈസ് എന്നാണ് ഗൈസ്. ഓക്കെ, ഷോക്ക് കുത്തുന്നു.